എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. കൺഫർമേഷൻ ഓൾറെഡി കൊടുത്തവർക്ക് ചിലപ്പം കൺഫർമേഷൻ കൊടുത്ത സമയത്ത് ലാംഗ്വേജ്, അതായത് എക്സാം എഴുതേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സാം എഴുതേണ്ട ജില്ല സെലക്ട് ചെയ്യുമ്പോഴോ എങ്ങാനും മാറിപ്പോയിട്ടുണ്ടാവും. അതായത് കൊടുക്കേണ്ട ജില്ലയോ അല്ലെങ്കിൽ കൊടുക്കേണ്ട ലാംഗ്വേജോ അല്ലാതെ അറിയാണ്ട് ചെയ്തു പോയവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഡിസംബർ 21 വരെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരിൽ ചിലർ ഇങ്ങനെ തെറ്റിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത്. 2021 ഫെബ്രുവരി മാസം നടക്കുന്ന SSLC വരെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നടത്തുന്ന പൊതു പ്രാഥമിക പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയ ഉദ്യോഗാർത്ഥികളിൽ ഇവിടെ ചോദ്യപേപ്പറിൻ്റെ മാധ്യമം, അതുപോലെ പരീക്ഷ എഴുതേണ്ടതായ ജില്ല എന്നിവ തെറ്റായി രേഖപ്പെടുത്തിയ തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ, തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് പറയുന്നത്. ആയതിൽ മാറ്റം വരുത്തുന്നതിന് ഇവിടെ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID joint.ce.psc@kerala.gov.in എന്ന മെയിൽ IDയിലേക്കും മറ്റ് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ അതാത് ജില്ലയിലെ ജില്ലാ ഓഫീസറുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയിൽ താങ്കളുടെ യൂസർ ID, മൊബൈൽ ഫോൺ നമ്പർ, മാറ്റം വരുത്തേണ്ട ചോദ്യപേപ്പർ മാധ്യമം, മാറ്റം വരുത്തേണ്ടതായ ജില്ല എന്നീ വിവരങ്ങൾ ഉൾപ്പെടെ 21/12/2020 തീയതി 5 മണിക്കകം ബന്ധപ്പെട്ട ജില്ലാ ഓഫീസ്, ആസ്ഥാന ഓഫീസിൽ ലഭിക്കുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. 21/12/2020 തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ ഇതിൽ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഈ ഇമെയിൽ IDയിലേക്ക് ഈ യൂസർ ID, മൊബൈൽ ഫോണ്, അതുപോലെ മാറ്റം വരുത്തേണ്ട ചോദ്യപേപ്പർ മാധ്യമം, മാറ്റം വരുത്തേണ്ടതായ ജില്ല എന്നിവ വെച്ചിട്ട് അപേക്ഷ സമർപ്പിക്കുക. തിരുവനന്തപുരം ജില്ലയിലല്ലാത്ത ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതാത് ജില്ലാ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ആ അപേക്ഷയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് യൂസർ ID, മൊബൈൽ ഫോൺ നമ്പർ, മാറ്റം വരുത്തേണ്ട ചോദ്യപേപ്പർ മാധ്യമം, മാറ്റം വരുത്തേണ്ടതായ ജില്ല എന്നീ വിവരങ്ങൾ ഉൾപ്പെടെ 21/12/2020 ലാസ്റ്റ് ഡേറ്റ്. 5 മണിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. അതിനുശേഷം ലഭിക്കുന്ന ഒരു അപേക്ഷകളും സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.